എന്താ ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാരി ഇറക്കിയായിരുന്നല്ലോ ഗൈസ്. നമ്മുടെ സാരി തീർന്നു ഗൈസ്, ഔട്ട് ഓഫ് സ്റ്റോക്കായി. ഒരുപാട് പേര് ചോദിച്ചിട്ടോ. എനിക്ക് ഏകദേശം വാട്സപ്പിൽ 140 പേരുകളുണ്ട് ഏകദേശം. ഇപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ആകെ 10 സാരി ഉണ്ടായുള്ളൂ. അതിൽ സാരി തീർന്നു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഇത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിരുന്നാട്ടോ. അപ്പം ഓർഡർ കൊടുത്തിട്ടില്ലേ? അടുത്ത നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല വേറെ കുറച്ച് ഡിസൈനുകളും നമ്മൾ അതിൻ്റെ അകത്ത് ഇറക്കുന്നുണ്ട്. അത് വന്നു കഴിയുമ്പോൾ അമ്മയാണ് എൻ്റെ മോഡൽ, അമ്മേനെ വെച്ച് ഞാനത് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം വളരെ സന്തോഷമുണ്ട് ഗൈസ്, കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ല സാരി ഇത്രയും. കാരണം നമ്മൾ ബാക്കി ടോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അങ്ങനെ വലിയ മൂവ്മെൻ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഡെയിലി 1-2 വെച്ച് ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ സാരി ആ സ്പോട്ടിൽ തന്നെ തീർന്നു. ഇന്നലെ അല്ല മിനിഞ്ഞാന്നല്ല നമ്മൾ വേണ്ടിയിട്ടേ ഇട്ടപ്പോൾ തന്നെ തീർന്നു കേട്ടോ. ഇന്നിപ്പോൾ ശനി ഞായറായതുകൊണ്ട് നമ്മൾ DTDC അയക്കുന്നത് ഇവിടെ മുരിക്കാശ്ശേരി ഒരു മരിയൻസ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാട്ടോ. അപ്പോൾ അവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ അച്ഛനായിട്ട് മരിച്ചു പോയി കേട്ടോ. അച്ഛൻ മരിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുള്ളി തുറന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച അയക്കാൻ പറ്റിയില്ല. അപ്പോൾ നാളെ നമുക്ക് എന്തായാലും അയക്കണം. അബദ്ധം പറ്റി. നമ്മൾ എന്താ പറയണേ, ഈ സാരി ഇടാൻ വേണ്ടിയിട്ടുള്ള കവർ മേടിച്ചത്, ആ കവർ തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ ആകെ 5 കവറുള്ളൂ. 10 സാരിക്ക് ആകെ 5 കവറേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ ഞാൻ ആ അർജൻറ്റായിട്ട് വേഗം അയക്കേണ്ട കുറച്ച് പേരുണ്ട്. അവർക്കുള്ളത് നാളെ അയച്ചിട്ട് നാളെ അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് നാളത്തേന് അടുത്ത സെറ്റിംഗ് കൂടെ നമ്മൾ അയക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ പാക്കറ്റും കയറ്റിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവിടുന്ന് കവർ മേടിച്ചാൽ കിട്ടാ പോരെ. അത് ശരിയായിരുന്നു കേട്ടോ. എന്ത് ബുദ്ധിയാ, വിമാനം പോലെ. പെട്ടെന്ന് അഡ്രസ് എഴുതി കൊടുത്താൽ പോലെ. അതെ. എന്നിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ഇന്ന് നമ്മളാണെന്നുണ്ടെങ്കിൽ അമ്മ ഞായറാഴ്ച ആയതുകൊണ്ട് പടക്കി ഇന്ന് അമ്മ ജോലിക്ക് പോയില്ല കേട്ടോ. ഇന്ന് അമ്മ ലീവ് എടുത്തു. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ലീവ്? കുഴപ്പമൊന്നുമില്ല, സാരി ബ്ലൗസ് ഒരെണ്ണം തീർന്നു ഗൈസ്. നമ്മുടെ വീട് കേട്ടോ, നമ്മുടെ വീടിൻ്റെ ഇവിടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇട്ടോ. എങ്ങനെയുണ്ടാ? കൊള്ളാവോ വീട്? അപ്പം വേറെ നമുക്ക് കാച്ചിൽ എന്തെങ്കിലും അല്ല, നമുക്ക് ആദ്യം ഇത് ചെയ്യാം അല്ലേ. എനിക്ക് നട്ടക്കണ്ട രാത്രി ആവാറായി, വെയിലാവാറായി. എവിടെ അതിലെല്ലാം വിറക് കിടപ്പുണ്ട്, അതെല്ലാം ഒന്ന് ചെത്തി കൂട്ടി പറക്കി. നമ്മുടെ കാച്ചിൽ എവിടെയാ ഏട്ടാ? ഇത് അപ്പം വെള്ള പെയിന്റ് അടിച്ച് വെച്ചേക്കണം കേട്ടോ. അതായത് എന്നാ സിമെന്റ്? അത് വൈറ്റ് സിമെന്റ് അടിച്ച് എന്നൊക്കെ ആണോ എന്തോ. അപ്പൊ ഇവിടെ കുറെ മരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് അവിടെ. അതൊക്കെ വെട്ടി. കൊക്കോക്കായ ഉണ്ടല്ലോ, ഉണ്ട്, ഒരെണ്ണം ഉണ്ട്. ഒരു കൊക്കോക്കായ ഉണ്ട്. അത് പഴുത്തതാ. അതങ്ങ് പറിച്ചാലോ? ആ കൊക്കോക്ക എത്ര ദിവസമായില്ലേ ഇരുന്നിട്ട്. ഇന്ത്യ മേളിലെല്ലാം കേറിപ്പോയായിരുന്നു. എന്തിന്? ചുമ്മാ പറിച്ചു കേട്ടാ തോന്നി. ഏതാണ്ട് അങ്ങ് ദൂരെയാ. എവിടെയാ? സന്ദീപിന്റെ വീടിന്റെ ഇപ്പുറത്തെ. അതല്ല, ഞാൻ ഈ രാവിലെ എഴുന്നേറ്റിട്ട് തല്ലിക്കൊട്ടിപ്പറക്കി ഓടുമല്ലേ, രാത്രി വന്നിട്ട് കേറി പോകുന്നില്ലല്ലോ. ഒത്തിരി ആള് കൂടിയാ കേറിപ്പോയെ. ഒരു ചെമ്പരത്തിപ്പൂ മാത്രം നിക്കണ. നമുക്ക് ഇവിടെ കൂടെ ഒന്ന് ശരിയാക്കണം കേട്ടോ. ഇത് ശരിയാക്കാതെ ഇട്ടേക്കുന്ന എന്നാന്ന് പറഞ്ഞേടാ, നമ്മുടെ താഴത്തെ മണ്ണ് വരി ഇട്ടേക്കുന്ന ആ മണ്ണ് അവിടെ റിട്ടേവാള് വാർത്ത് കഴിഞ്ഞിട്ടേ ഇതല്ലേ നമ്മുടെ ഗ്രില്ലടിച്ചത്. അവിടെ മണ്ണിട്ട് തീർന്നതിന് ശേഷം നമുക്ക് ഇവിടെ മണ്ണിടണം. ഇതെവിടെ പുല്ല് നടാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ അന്യവശം അവിടെ മണ്ണിട്ട് നികത്തണം. അതാ ചത. പിന്നെ ഇവിടെ ഒന്നും ചെയ്യാത്ത, ഇവിടെ എല്ലാം കല്ലെല്ലാം കിടക്കുമല്ലേ. നേരിട്ട് ഇതാക്കാം. അല്ല, ഇത് കാര്യം പറഞ്ഞാൽ വേറൊന്നുമില്ല. ഇതിപ്പോ ഒട്ടിക്കല് പേരില്ലേ? അല്ല, 5 നമുക്ക് കവറിൽ ഇടാം. അത് കഴിഞ്ഞുള്ളത് നീ പാക്കറ്റ് ഓട്ടോയ്ക്കാൻ കയറി പോകുമ്പോ ഇതാ കൊണ്ടായത്. അപ്പൊ ആ മരിയെന്ന് തന്നെ കവറ് മേടിച്ചിട്ട് അന്നേരം തന്നെ അതാ പാക്ക് ചെയ്ത് അതിലേക്കിട്ട് അഡ്രസ്. സിമ്പിള്. 5 സാരി അതിൻ്റെ അകത്ത് കയറ്റി വെക്കാൻ എന്നാ പാടോളെ. ഒട്ടിക്കരുത് കേട്ടോ. ഒട്ടിക്കണ്ട, ചുമ്മാ കയറ്റി വെച്ചോ. അമ്മക്കൊരു പണി തരാം. ഒരെണ്ണം നമ്മൾ കടയിൽ അവിടെ കൊണ്ടുപോയി വെച്ചു കേട്ടോ. ഒരെണ്ണം നമ്മൾ കഴിഞ്ഞ ദിവസം ബ്ലാക്കല്ല, ഓറഞ്ച്. ബ്ലാക്കാണോ? നാളെ അതാ കഴിക്കണം. മറക്കല്ലേ. ഇരിക്കും. ഞാൻ പറയാം ഞാൻ നോക്കട്ടെ. വേണ്ട, കവർ ഇരുന്നോട്ടെ. ഇല്ല, ആ കവറിന് തന്നെ എത്ര തൂക്കം കുറവ്. ഇത് തന്നെ 1 കിലോയ്ക്ക് എല്ലാത്തിനും റേറ്റ് സെയിമാ. ഇതങ്ങനെ. അപ്പൊ ഇത് ചെളിയാവൂല അമ്മ? ഏത്? അത് കവറിലിട്ടേക്കണ. ആണോ?
വരുന്നില്ല സാരി. ആ മഞ്ഞുണ്ട്. അത് പറഞ്ഞ അടിച്ചു മാറ്റിയായിരുന്നു. ഇത് രണ്ടെണ്ണം ഇടാം അല്ലേ? അത് രണ്ടെണ്ണം അത് രണ്ടല്ല, ഇത് മൂന്നെണ്ണം ഇടാ. ഓറഞ്ചാ കൂടുതൽ പോയേക്കണേ. കൂടുതൽ പോയേക്കണെന്നല്ല, ഫുള്ള് തീർന്നു. ഇന്നിപ്പം ആ താഴത്ത് ബീന ഒന്നും ചോദിച്ചിട്ടുണ്ട്. എന്താ ആ ബീന ചോദിച്ചേക്കുന്നത് ഇതാ ചോദിച്ചേക്കുന്നത്. ബീനക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്. അത് കൊടുത്തോ? മുളിച്ചേച്ചിയൊക്കെ ബീന കൊടുത്തോ? അപ്പൊ ഞാൻ പറഞ്ഞു ഇതിപ്പോ ഇത്രയും നമുക്ക് ഓർഡർ ആയി, ഇനി അടുത്ത ദിവസം വരുമ്പോ തരാന്ന് പറ. പറഞ്ഞു അന്നേരം ഓർമ്മ എടുത്ത് വെച്ചേക്കണം എന്ന് പറഞ്ഞു. പിന്നെ ആൻസി എന്നോട് വിളിച്ചൊരു സാരി വെച്ചിട്ടുണ്ട്, അവക്കും ഇതാ ചോദിച്ചേക്കുന്നത്. അന്നേരം അത് ഇനിത്തെ ഓർഡർ അടുത്ത ഓർഡർ 10 ഉള്ളൂ. ഇത് ഒത്തിരി കിട്ടിയില്ലേ ഈ സാധനം. ബീനിക്കുള്ള ആൻസിക്കുള്ള ഒരെണ്ണം ഒരേന്ന് മാറ്റിയിട്ട്. ഓക്കെ, ഈ ഓറഞ്ച് 3 മറ്റേ 2 കയറ്റുക. ബാക്കി എന്നിട്ട് ഞാൻ കവർ മേടിച്ചിട്ട് കയറ്റിക്കോളാം. എന്തായാലും നാളെ അതിന്റെ വീഡിയോ എടുക്കാൻ. ഈ കവറിൽ തന്നെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഞാൻ വീഡിയോ എടുക്കട്ടെ. ഇത് കണ്ടോ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എന്താ ഇത് കണ്ടോ, ഇപ്പൊ ഈ സാരി ഇവിടെ ഇരുന്നില്ലേ, ഈ സാരിയുടെ നൂല് മൊത്തം ഇങ്ങനെ പുറത്തോട്ട് നീണ്ടാണ് കിടന്നേ. അന്നേരം ഈ കവർ പാക്കറ്റേല് പശയുണ്ട്. ഇപ്പൊ ഈ നൂലെല്ലാം കൂടെ അതേ പിടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോണ്ടല്ലോ അതിന്റെ മുന്താണിയുടെ നൂലെ പിടിച്ചുകൊണ്ട് പോകും. ഞാൻ ഇന്നലെ നൂല് കെട്ടിക്കൊടുത്തു, മിന്നാന്ന് നൂല് കെട്ടിക്കൊടുത്തു. ഇന്നലെ മുന്താണി കെട്ടി നൂല് കെട്ടുന്നത് ഇന്നലെ പാവം വിളിച്ചാലമ്മ സാരി മേടിച്ച് ഞാൻ കൊടുത്ത എന്റെ കസ്റ്റമറാ. എന്നിട്ട് മുന്താണി കെട്ടി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിന് എത്ര രൂപയാന്ന് ചോദിച്ചാൽ ഞാൻ അമ്മയോട് പറഞ്ഞു 150 രൂപയെന്ന് പറഞ്ഞേ. അതിനൊന്നും കുഴപ്പമില്ലെന്ന് എനിക്ക് ആ 150 രൂപയാന്ന് പറഞ്ഞിട്ട് അമ്മ ബ്ലൗസ് തയ്പ്പിക്കാനായിട്ട് പോയി. ഞാൻ അവിടെ ഇരുന്ന് നൂലെല്ലാം കെട്ടിക്കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ആ മമ്മിഡാഡിയുടെ തിണ്ണയിരുന്ന് സാരിയുടെ ബ്ലൗസ് തയ്പ്പിക്കുക. ഞാൻ അതിൻ്റെ വേഗം അതിനെ വെയിലത്ത് നടത്തണ്ടല്ലോ എന്ന് ഓർത്ത് അത് അവിടെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് കേൾക്കാം അമ്മ വേഗം എനിക്ക് 150 രൂപ. ഞാൻ ഒരു പൈസ പോലും മേടിച്ചില്ല. പാവാടാ, വയസ്സായതാ പാവാ. അത് ഞാൻ എത്ര രൂപ കെട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 150 രൂപ. എന്നിട്ട് അമ്മ പറയാട്ടോ പൈസ വേണമെന്ന് പറഞ്ഞപ്പോ അന്നാ നീ എന്റെ കൂടെ ഒരു ചായയിലും കുടിക്കാൻ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞു അത് സന്തോഷത്തിൽ. അമ്മ പറഞ്ഞ സന്തോഷം, ചായ ഒന്നും വേണ്ട, അമ്മ ചായ കുടിച്ചു. അതെ അതെ, പൈസ അയ്യോ ഞാൻ അവിടെ ഒരു സൂര്യന്റെ ഒരു വീഡിയോ എടുക്കണ്ടായിരുന്നു, അത് മറന്നു. പൈസ ഉള്ളവരുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഞാൻ 150 മേടിക്കും. ഭയങ്കര കാര്യമായിപ്പോ 150 രൂപയ്ക്കൊക്കെ ആളുകളൊന്നും ഇപ്പൊ അങ്ങനെ ചെയ്യില്ല. അതൊക്കെ 100, 300 രൂപ 400 രൂപ കെട്ടുന്നതിനൊക്കെ അതിന് പൈസ കൂടുതലാ. ഇന്നാള് 150 രൂപ വെച്ചാ പിന്നെ സാരി മേടിഞ്ഞു കൊടുത്തു ആ മെഡിക്കൽ സ്റ്റോറിലെ ചേച്ചിക്ക്. ആ ചേച്ചി എന്നോട് എത്ര രൂപയെന്ന് ചോദിച്ചു. ഞാൻ 150 രൂപ പറഞ്ഞു. എന്നിട്ട് പൈസ തന്നപ്പോ 200 രൂപ മേടിച്ചോളൂ. മടിയാണ്. സേവനം ആർക്ക് വേണമെന്നുണ്ടെങ്കിലും മുന്താണി കെട്ടുന്നതിന് അല്ലെങ്കിൽ ഞൊറി എടുക്കാൻ വേണ്ടിട്ട്, ഞൊറി എടുക്കാൻ വേണ്ടിട്ടൊക്കെ ആരെങ്കിലും ആകുന്നുണ്ടെങ്കിൽ മിനി പോലോസിനെ നന്ദന സിൽക്സിൽ പോയി ബന്ധപ്പെടുക. ഏറ്റവും വില കുറവിൽ ചെയ്തു തരുന്നതായിരിക്കും. 150, 100 ഒക്കെ പറഞ്ഞാലും നമുക്ക് ഒരു മടിയാ അങ്ങനെ പറഞ്ഞ് മേടിക്കാം. ഓക്കെ, അപ്പൊ ശരി, അടുത്ത വെച്ചോ. ബാക്കി മിഷീന്റെ പരിപാടി അത് നമുക്ക് കുറച്ച് കഴിയുമ്പോ പാടാം. നേരിട്ട് കഴിയുമ്പോഴാ. അപ്പം സന്ധ്യാഗായകനാ, സന്ധ്യാഗായകൻ. അത് ഇനി അതിൻ്റെ അകത്ത് ഇരിക്കട്ടെ. ആ ഒരു പെങ്കൊച്ച് വീഡിയോ ഇട്ടിട്ട് ഇതായില്ലേ എന്ന് പറഞ്ഞു പൂര ചീത്തോറുണ്ടായി എന്നെ ഒരു മനുഷ്യന്മാർ. ഞാൻ ഇനി ബസ്സിൽ കയറുന്നില്ലമ്മേ. എത്രയും പെട്ടെന്ന് ബൈക്ക് വരെ മേടിക്കണം. അല്ല പറയാൻ പറ്റില്ല, ഇത് ബസ്സിലൊക്കെ ഇപ്പൊ മൊത്തം ട്രെൻഡ് അല്ലേ. അല്ലെ ഞാൻ ഇവിടുന്ന് പോകുമ്പോ ഉണ്ടല്ലോ മറ്റേ ഇതേപോലത്തെ ഷീറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാകുമ്പോ അതാണ് കുഴപ്പമില്ല. എന്നാ ചെയ്യാനാ, എല്ലാവരും അങ്ങനെ ഒന്നും അല്ല, ഇപ്പം കൊറേയൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. എന്നാ ശരി എന്നാ. എന്താ ചിരിക്കണെന്നാ? പാവം ഒരു പുള്ളി മരിച്ചില്ലേ. നമ്മുടെ കച്ചവടവും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പൊളി. അപ്പം തകൃതിയായി നടക്കുന്നുണ്ട്. അതിന്റെ സന്തോഷത്തിൽ നമുക്ക് രണ്ടുപേരും പാട്ട് കേൾക്കാം. അപ്പം ഞാൻ ഡാഡിക്ക് വിടുന്ന പാട്ട് പേരിട്ടിട്ടുണ്ട്. എന്താ പേരെന്ന് പറഞ്ഞാൽ സന്ധ്യാഗായകൻ. അപ്പം സന്ധ്യക്ക് മാത്രമേ പാട്ട് പാടുള്ളൂ. പിന്നെ പരിപ്പോടയും ചായ മേടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൻ ഏത് ഗാനം വിളിക്കുമെന്ന് പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും വേണേ പറഞ്ഞാൽ നിശ്ചയമായ തുച്ഛമായ വിലക്ക് അപ്പനെ ഞാൻ പാടാൻ വേണ്ടതായിരിക്കും. ഓക്കെ, ഇനി ഇത് കേട്ടിട്ട് പറഞ്ഞാട്ടോ നല്ല പൈസ കൊടുക്കേണ്ടി വരും ഇതൊക്കെ അല്ലേ. നല്ല ശരിക്കും പാടാൻ വിളിച്ചാൽ പോകുന്നുണ്ടോ ഗൈസ്? ഇവിടെ ഇത് എന്നാ സംഭവം എന്ന് പറഞ്ഞുണ്ടല്ലോ, അമ്മച്ചി തുണി തയ്ക്കുമായിരുന്നു കേട്ടോ. ബ്ലൗസ്, അമ്മച്ചിയുടെ സാരിയുടെ ബ്ലൗസ് അമ്മച്ചി തന്നെ തയ്ക്കും. അതുകൊണ്ട് തയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇതായിട്ട് കിടക്കണേ. വേറെ ഒന്നും വിചാരിക്കരുത്.
പാടുന്നുണ്ടോ? പാടേ ബാ, ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ ഇവിടെ പുറത്തിരുന്ന് പാട്. നോക്കാം. ഒന്നുമില്ല. അമ്മേ പാടൂ, അല്ല അച്ചാച്ച പാടോ? അപ്പന്റെ കൈ ഞാൻ പറഞ്ഞ മറ്റേ തയ്ച്ചോണ്ടിരിക്കുവായിരുന്നു. ഒരു തയ്ക്കുന്ന വീട്ടിൽ ഇങ്ങനെ തുണികൾ പീസൊക്കെ കഴിക്കും. അത് കുഴപ്പമൊന്നുമില്ല. എല്ലാ ദിവസവും വൃത്തിയായിട്ട് വരുന്ന ഒരു രസമുണ്ടോ? ആ അമ്മച്ചൻ ആണോ? അമ്മച്ചിട്ട് അതിന്റെ ഇടയിൽ ഇങ്ങനെ 150 തവണ കോൾ ചെയ്യാൻ പോയാൽ എന്താ തീരുവോ? പാട്. അപ്പന് ഇഷ്ടമുള്ള പാട്. ഒരു പാട്ട് മതിയേ, നല്ല രീതിയിലൊരു പാട്ട്. നീ മധു പകരൂ നല്ല നീ മധു പകരൂ മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മധു പകരൂ മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ. നീ മധു പകരൂ മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ. ഓക്കേ, നൈസ്, വെൽ ഡൺ. സുന്ദരി ആ സുന്ദരി ആ സുന്ദരി, നിൻ തുമ്പു കെട്ടിയിട്ട ചുരുൾമുടിയിൽ തുളസി കതിരില ചൂടി, തുഷാരഹാരം മാറിൽ ചാർത്തി താരുണ്യമേ നീ വന്നു, നീ വന്നു സുന്ദരി. ഇപ്പോൾ നമ്മുടെ കൊറിയറെല്ലാം നമ്മൾ അയക്കുന്നുണ്ട്. ആരുടെയും നമ്പർ പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ അങ്ങനെ കാണിക്കാത്ത കുളവാക്കി. ഇപ്പോൾ നമ്മൾ അയക്കട്ടെ. അയച്ചു.